യേശുവിൽ ശാപവിമുക്തി തൃശ്ശൂരിൽ കാസനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ, നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ നമ്മോട് സംസാരിച്ച ആ നല്ല സന്ദേശം ഇന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ, ആ വ്യക്തിയുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ വ്യക്തിക്ക് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ലഭിക്കുന്നത്: സമാധാനം, സന്തോഷം, സ്വസ്ഥത. സ്വസ്ഥത എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്ന് നിവൃത്തനായി പൂർണ്ണ വിശ്രമം അനുഭവിക്കുന്ന സ്വസ്ഥമായിട്ടുള്ളൊരവസ്ഥ. അവിടെ ഭയമില്ല, ആശങ്കകളില്ല, വേവലാതികളില്ല, എനിക്കെന്ത് സംഭവിക്കുമെന്നുള്ളൊരു ചിന്താക്കുഴപ്പങ്ങളുമില്ല. പൂർണ്ണ സമാധാനത്തോടെ എൻ്റെ കർത്താവ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും, എനിക്ക് വേണ്ടി അവൻ കരുതുന്നത് കൊണ്ട് എനിക്ക് ഒരു ചിന്താകുലവും ഇല്ല എന്നുള്ള അവസ്ഥയിലിരിക്കുന്ന ഒരു അത്ഭുതകരമായ, ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ സ്വസ്ഥത. അതിനെക്കുറിച്ച് നമ്മളിന്ന് കേൾക്കാൻ പോവുകയാണ്. ആ കർത്താവ് യേശുവിൽ ആശ്രയിക്കുമ്പോൾ യേശു വാസ്തവത്തിൽ നമുക്ക് ആ സ്വസ്ഥത തരും. യേശു തന്നെ പറഞ്ഞല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അരികിൽ വരിക, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം. മലയാള പരിഭാഷയിൽ വിശ്രമം തരാം, ആശ്വസിപ്പിക്കാം എന്നൊന്നും അല്ല. വാസ്തവത്തിൽ അത് സ്വസ്ഥത തരിക. നമ്മുടെ ആ ഭാരം, നമ്മുടെ അധ്വാനം അതെല്ലാം യേശു എടുത്തു മാറ്റിയിട്ട് നമുക്ക് പൂർണ്ണ വിശ്രാമം അഥവാ സ്വസ്ഥത അതാണ് നമുക്ക് നൽകി തരുന്നത്. അതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും കലങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ കലങ്ങരുതെന്നാണല്ലോ യേശു പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് യേശു പറയുന്നത്. ഇന്ന് നമുക്ക് ആ സന്ദേശം കേൾക്കാം. നിശ്ചയമായിട്ടും നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. ഹല്ലേലൂയ. അതിൻ്റെ 1-ാമത്തെ വാക്യം. Therefore, since a promise remaining of entering his rest, let us fear lest any one of you seem to have come short of it. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. Hebrews chapter 4 and verse 1. Therefore, എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. Therefore, since ആകയാൽ a promise remains of entering his rest, let us fear lest any one of you seem to have come short of it. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. Believing and trusting in Jesus Christ, ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുക, we receive 3 things which the world cannot give, money cannot give, anyone cannot give. അതിലൂടെ ലോകത്തിന് തരാൻ കഴിയാത്ത, പണത്തിന് തരാൻ കഴിയാത്ത, ലോകത്ത് ഒരു വ്യക്തിക്കും തരാൻ കഴിയാത്ത 3 കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. And one of the main thing is rest. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം number 1 is peace. ഒന്നാമത്തേത് സമാധാനമാണ്. Number 2 is joy. രണ്ടാമത്തേത് സന്തോഷമാണ്. And number 3 is rest. മൂന്നാമത്തെ കാര്യം അത് സ്വസ്ഥതയാണ്. Peace that surpasses all understanding. സകല ബുദ്ധിയെയും കവിയുന്നതായ സമാധാനം. You cannot buy peace. നമുക്ക് സമാധാനത്തെ വില കൊടുത്ത് വാങ്ങുവാൻ കഴിയില്ല. And no one can give you peace also. ആർക്കും നിങ്ങൾക്ക് സമാധാനം നൽകുവാനും കഴിയില്ല. Peace is a gift of God when Jesus Christ comes into our life. And through our walk with Jesus, we understand that we are in the perfect plan of God.
സമാധാനം എന്നത് ദൈവം തരുന്ന ഒരു ദാനമാണ്. ക്രിസ്തുവേശുവിലൂടെ ക്രിസ്തുവേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ആ ജീവിതത്തിൽ നമ്മൾ നടക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കുകയാണ്. All these three Jesus has promised us. ഈ മൂന്ന് കാര്യങ്ങൾ യേശു നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. John 14:27 Jesus said, "Peace I give unto you, my peace I give unto you." യോഹന്നാൻ 14:27 വാക്യം ഇങ്ങനെ പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. And not as the world gives, but I give you my peace. ലോകം തരുന്നത് പോലെയല്ല, എന്റെ സമാധാനമാണ് ഞാൻ So നിങ്ങൾക്ക് let തരുന്നത്. your heart not be troubled, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. neither be afraid, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. because my peace will dwell inside of you. കാരണം എന്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യും. Not like the world. അത് ലോകം തരുന്നത് The പോലെയല്ല. world gets disturbed in many ways പല കാര്യങ്ങളിൽ ലോകം അസ്വസ്ഥരാകും. because they are influenced by circumstances. കാരണം അവരെ സ്വാധീനിക്കുന്നത് അവർക്ക് ചുറ്റിനുമുള്ള സാഹചര്യങ്ങൾ. The world and the people in the world are influenced, their decision, their attitude, their emotions are influenced by circumstances. ലോകവും ലോകജനവും അത് സാഹചര്യങ്ങളെ സ്വാധീനം മൂലം അവരുടെ അവസ്ഥകളുടെ സ്വാധീനം മൂലം അവരെപ്പോഴും അസ്വസ്ഥരാകും. But a new creation of God, or the one who has believed Jesus Christ, എന്നാൽ ദൈവത്തിന്റെ പുതിയ സൃഷ്ടി അഥവാ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, the circumstance does not determine his peace, ആ വ്യക്തിയുടെ അവസ്ഥകൾ സാഹചര്യങ്ങൾ ആ വ്യക്തിയുടെ സമാധാനത്തെ തൊടാൻ പറ്റില്ല. because he now comes to understand he is very valuable for God. കാരണം ആ വ്യക്തിക്ക് അപ്പോൾ നന്നായി മനസ്സിലാകും താൻ ദൈവത്തിന് വളരെ വിലപ്പെട്ട Number വ്യക്തിയാണ്. 2, the one in him is very great. രണ്ടാമത്തെ കാര്യം, തന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നവൻ വളരെ മഹാനായ വ്യക്തിയാണ്. And through walking with Jesus Christ, യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിത നടപ്പിൽ, through the ups and downs that come in my life, ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഉയർച്ച താഴ്ചകളിലൂടെ യേശുവിന്റെ കൂടെ going through നടക്കുമ്പോൾ, various circumstances, പല അവസ്ഥകളിൽ കൂടെ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയാൽ one comes to understand that whatever is the circumstance, nothing wrong will happen in his life. ആ വ്യക്തിക്ക് വ്യക്തമായി മനസ്സിലാകും, ബോധ്യമാകും, തന്റെ ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും തന്റെ ജീവിതത്തെ ഒന്നും ബാധിക്കയില്ല. And that is why even in the prison Paul says, "Rejoice." Again I say rejoice. അതുകൊണ്ട് തന്നെയാണ് ജയിലിൽ കാരാഗൃഹത്തിൽ തടവിൽ കിടക്കുമ്പോഴും പൗലോസ് ഇങ്ങനെ പറയുക, നിങ്ങൾ സന്തോഷിപ്പിൻ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും നിങ്ങൾ His സന്തോഷിപ്പിൻ. legs and hands are tied, yet he is dancing and trying to rejoice in the Lord. തന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും താൻ വീണ്ടും സന്തോഷിക്കുകയും നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാൻ And then ശ്രമിക്കുകയാണ്. he said, "Let the peace that surpasses all understanding guard your heart and mind." എന്നിട്ട് താൻ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കുമാറാകട്ടെ. Let the peace that guard your heart and mind. നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും Which means സൂക്ഷിച്ചുകൊള്ളട്ടെ. let nothing influence your heart and your mind. അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയത്തെയോ മനസ്സിനെയോ ഒന്നും സ്വാധീനിക്കയില്ല. Because your mind and heart work together. കാരണം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു. And when the heart is full, the mouth starts to speak. അപ്പോൾ തന്നെ ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ അത് വായ പ്രസ്താവിക്കുവാൻ തുടങ്ങും. And you and me understand the words that we speak influence our destiny. നമുക്കും നിങ്ങൾക്കും എനിക്കും നന്നായിട്ട് അറിയാം, നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ പറഞ്ഞു വിടുന്ന ഓരോ വാക്കുകളും അത് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതാണ്. The unseen world is very real. അദൃശ്യമായ ലോകം അത് നിശ്ചയമായും വാസ്തവമായ And the ലോകമാണ്. unseen world is influenced by our words. ആ അദൃശ്യമായ ലോകത്തെ നമ്മുടെ വാക്കുകൾ നന്നായി സ്വാധീനിക്കുന്നുവെന്ന് And that നമുക്കറിയാം. is why we talk to ourselves, we sing to ourselves, saying that we are more than conquerors in any circumstances. അതുകൊണ്ട് തന്നെയാണ് നാം നമ്മോട് തന്നെ സംസാരിക്കുന്നത്, നമ്മോട് തന്നെ കീർത്തനങ്ങൾ പാടുന്നത്, നാം ഏത് സാഹചര്യത്തിലും നാം ജയാളിയേക്കാൾ ജയാളി The എത്രയെന്ന്. circumstances in which Paul is very, very, very difficult. പൗലോസ് ആയിരിക്കുന്ന സാഹചര്യം അത് വളരെ വളരെ മോശമാണ്. It is not worth worshiping and singing. അവിടെ ഒന്ന് പാടാനോ ആരാധിക്കാനോ പറ്റിയ ഒരു സാഹചര്യമല്ല But ഉള്ളത്. something is guarding his mind and his heart. എന്നാൽ എന്തോ ഒന്ന് തന്റെ ഹൃദയത്തെയും തന്റെ മനസ്സിനെയും സൂക്ഷിച്ചു It വെച്ചിരിക്കുക. is the word of his master. അത് തന്റെ യജമാനന്റെ വാക്കുകളാണ്. Peace I give unto you. ഞാൻ നിനക്ക് സമാധാനം തരുന്നു. Be at peace. നീ സമാധാനം Be at ആസ്വദിക്കുക. peace. Be സമാധാനമായിരിക്കുക. at peace. സമാധാനത്തോടു കൂടി I am ഇരിക്കുക. in total control
over your life. ഞാനാ നിന്റെ ജീവിതത്തെ പൂർണ്ണമായി And നിയന്ത്രിക്കുന്നത്. so he says, I am rejoicing. അതുകൊണ്ട് താൻ പറയാ ഞാൻ സന്തോഷിക്കും. And he says, I am rejoicing. വീണ്ടും പറയാ ഞാൻ സന്തോഷിക്കും. And you ask Paul. അവൻ പൗലോസിനോട് ചോദിക്കാം. You will ask Paul. നിങ്ങൾ പൗലോസിനോട് ചോദിക്കും, Mr. Paul, പ്രിയ പൗലോസേ, how can you do this? എങ്ങനെ നിനക്കത് ചെയ്യുവാൻ How കഴിയുന്നു? can you do it? നിനക്ക് എങ്ങനെ ഇങ്ങനെ ആകാൻ കഴിയുന്നു? Paul will say, പൗലോസ് അപ്പോൾ പറയും, I don't know this by faith. ഇത് വിശ്വാസത്താൽ എനിക്ക് അറിയത്തില്ല. I don't know this by faith. ഇത് വിശ്വാസത്താൽ അല്ല ഞാൻ But അറിയുന്നത്. I have learned one thing. ഞാൻ ഒരു കാര്യം പഠിച്ചിരിക്കുന്നു. Through various circumstances, I have known one thing. ഞാൻ കടന്നുപോയ പല സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാര്യം That I am മനസ്സിലാക്കിയിരിക്കുന്നു. in his perfect plan. ഞാൻ അവന്റെ തികഞ്ഞ പദ്ധതിയിലെ That I ഭാഗമാണ്. can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ This കഴിയും. is not my strength. ഇത് എന്റെ ബലമല്ല. This is not my thought. ഇത് എന്റെ ചിന്തയല്ല. I am totally given my lordship to Jesus. ഞാൻ എന്റെ പൂർണ്ണ കർത്തൃത്വം എന്റെ യേശുവിന് I കൊടുത്തിരിക്കുകയാണ്. want to tell you today, ഇന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയാം, if you totally have given your lordship to Jesus നിങ്ങളുടെ കർത്തൃത്വം പൂർണ്ണമായി യേശുവിന് in കൊടുത്തിട്ടുണ്ടെങ്കിൽ every area of your life, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും you have given your lordship to Jesus, നിങ്ങളുടെ ആരാധന നിങ്ങൾ യേശുവിന് കൊടുക്കുന്നുവെങ്കിൽ you will lack nothing in your life. നിന്റെ ജീവിതത്തിൽ ഒന്നിനും And കുറവുണ്ടാകയില്ല. there will be peace. സമാധാനമുണ്ടാകും. There will be peace. സമാധാനമുണ്ട്. There will be peace. സമാധാനം അവിടെ ഉണ്ട്. Because you know, കാരണം നിനക്കറിയാം He is totally faithful and trustable. അവൻ പൂർണ്ണമായും വിശ്വസ്തൻ, ആശ്രയിപ്പാൻ കൊള്ളാവുന്നവനത്രേ. ഓ, ഇന്ന് പകൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുത്തന് അവൻ ഒരു കാര്യം അറിയാം, അവനിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അന്ത്യത്തോളം നടത്താനും ശക്തനാ. യേശു ക്രിസ്തുവിൽ ശാപവിമുക്തി ഈ വ്യാഴാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച വൈകുന്നേരം വരെയാണ് മീറ്റിംഗ്. വ്യാഴം വൈകിട്ട്, വെള്ളി, ശനി, ഞായർ പകലും വൈകിട്ടും മീറ്റിംഗ് ഉണ്ടായിരിക്കും. യേശുവിൽ ശാപവിമുക്തി തൃശ്ശൂരിൽ കാസനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. Jesus said, my peace I give to you. യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. And then he said number 2. രണ്ടാമതായി താൻ പറയുകയാണ്, In John 15:11 he says, my joy I give unto you. യോഹന്നാൻ 15:11 പറയുക, എന്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരുന്നു. Hallelujah. ഹല്ലേലൂയ. Joy. സന്തോഷം. Both peace and joy സമാധാനവും സന്തോഷവും is influenced by the relationship we have with Jesus. അത് യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു. Peace and joy is not given just by hearing the word, but by dwelling in Christ Jesus. സമാധാനവും സന്തോഷവും അത് ദൈവവചനം കേൾക്കുന്നത് കൊണ്ട് മാത്രമല്ല കിട്ടുന്നത്, നാം അവനിൽ വസിക്കുന്നത് കൊണ്ട് കിട്ടുന്നത്. That is why we insist in the time alone with God. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ഇരിക്കണം, ടൈം അലോൺ വിത്ത് ഗോഡ് എന്ന് പറയുന്നത്. In the morning, don't go out of your room till you have spoken to your creator. പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് വന്നാൽ നിങ്ങളുടെ സൃഷ്ടാവുമായി സംസാരിച്ചതിന് ശേഷമല്ലാതെ ആ മുറി വിട്ട് പുറത്തു പോകരുത്. Don't touch your mobile phone. നിങ്ങളുടെ മൊബൈൽ ഫോൺ തൊട്ടു പോകരുത്. Don't talk to anybody else. ആരോടും നിങ്ങൾ സംസാരിക്കരുത്. Before you step out of the room, നിങ്ങളുടെ ആ മുറിയിൽ നിന്ന് വെളിയിൽ വരുന്നതിന് മുമ്പ് even the biggest VIP, let him wait. ഏറ്റവും വലിയ പ്രധാന വ്യക്തി അവിടെ വന്നേക്കാം, പക്ഷെ കാത്തിരിക്കട്ടെ. Because the VVIP is with us. കാരണം അതിലും അതിപ്രധാന വ്യക്തിയുമായിട്ടാണ് നീ ഇരിക്കുന്നത്. Start your day with Jesus. നീ യേശുവിനോട് കൂടെ നിന്റെ ആ ദിവസം ആരംഭിക്കുക. If John 14:27 talks about peace, John 15:11 talks about joy. Both are associated by John 15, where Jesus said, abide in me, because if you don't abide in me, you cannot have this fruit. യോഹന്നാൻ 14:27 സന്തോഷത്തെ കുറിച്ച് പറയുന്നു. യോഹന്നാൻ 15:11 സമാധാനത്തെ കുറിച്ച് പറയുന്നു. അതെല്ലാം പറഞ്ഞിട്ട് പറയാ, നിങ്ങൾ എന്നിൽ വാസം ചെയ്യുവീൻ. But unless the branch is abiding in the vine, it cannot bear fruit upon himself. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിവില്ല എന്ന് പറയുന്നു. Which means a continual fellowship with Jesus. അതിന്റെ അർത്ഥമോ യേശുവുമായിട്ടുള്ള നിരന്തര കൂട്ടായ്മ. Not only on Sunday. ആ ഞായറാഴ്ച മാത്രമായിട്ടല്ല.
God has done the biggest thing towards us. ദൈവം നമുക്ക് വേണ്ടി ഒരു വലിയ കാര്യമാണ് ചെയ്തത്. One of the words which I love so much in the Bible is 1 Corinthians 1:9. വേദപുസ്തകത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്യങ്ങളിൽ ഒന്നാണ് 1 കൊരിന്ത്യർ 1:9 Thanks be to the Father who has called up into a fellowship with his Son Jesus Christ. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവം വിശ്വസിക്കുന്നു. Hallelujah. Hallelujah. We did not just call us to take us to heaven. നമ്മെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടല്ല യേശു നമ്മെ He വിളിച്ചിരിക്കുന്നു. wants you to have fellowship with him. അവനുമായിട്ട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് യേശു Fellowship means ആഗ്രഹിക്കുന്നത്. eating, sitting, walking together. കൂട്ടായ്മ എന്നാൽ അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുക, അവന്റെ കൂടെ ഇരിക്കുക, അവന്റെ കൂടെ നടക്കുക. God is interested even in our little things. നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിന് താല്പര്യമുണ്ട്. He wants to have he extended the hand of relationship so that we can extend our hand of fellowship. നാം അവന്റെ സന്നിധിയിലേക്ക് ആ കൂട്ടായ്മയുടെ കരം നീട്ടേണ്ടതിന് അവൻ നമ്മുടെ അരികിൽ ആ നല്ല സ്നേഹബന്ധത്തിന്റെ കരം നമ്മിലേക്ക് നീട്ടിയിരിക്കുന്നു. God extended his hand of relationship. ആ ദൈവം തന്റെ ബന്ധത്തിന്റെ ആ സ്നേഹബന്ധത്തിന്റെ കരം നീട്ടിയിരിക്കുന്നു. We were not worthy for it. നമുക്ക് വാസ്തവത്തിൽ അതിനുള്ള യോഗ്യതയൊന്നുമില്ലായിരുന്നു. We were not worthy for it. നാം അതിന് യോഗ്യരല്ലായിരുന്നു. None of us were worthy to be called children of God. ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി പോലും നമ്മുടെ കൂട്ടയില്ല. But God sent his son, എന്നാൽ ദൈവം തന്റെ പുത്രനെ നൽകി. Jesus Christ. യേശു ക്രിസ്തുവിനെ നൽകി. By sending his son, തന്റെ പുത്രനെ നൽകുന്നതിലൂടെ by the redemption, justification, he started a new relationship. ആ വീണ്ടെടുപ്പിനാൽ നീതീകരണത്താൽ ദൈവം ഒരു പുതിയ ബന്ധം അവിടെ He സ്ഥാപിച്ചിരിക്കുകയാണ്. is extending his hand of relationship. ആ നല്ല ബന്ധത്തിന്റെ കരം ദൈവം നീട്ടുകയാണ്. And the moment you extend your hand, ആ നിമിഷം തന്നെ നിങ്ങൾ നിങ്ങളുടെ കരം നീട്ടുമ്പോൾ this is not for relationship, this is for fellowship. ഇത് ബന്ധത്തിന്റെ കരമല്ല, ഇത് കൂട്ടായ്മയുടെ കരമാണ്. The moment Jesus is waiting with the hand of relationship, ആ ബന്ധത്തിന്റെ കരവുമായി യേശു കാത്തു നിൽക്കുമ്പോൾ you extend the hand of fellowship. ആ കൂട്ടായ്മയുടെ കരം നീ നീട്ടിയാൽ When you get connected, നിങ്ങൾ തമ്മിൽ ബന്ധമായി. this is a miracle life. ഇതൊരു അത്ഭുത ജീവിതമാണ്. Miracle life. അത്ഭുത ജീവിതം. His life അവന്റെ ജീവൻ starts to flow inside of അത് you. നിങ്ങളുടെ ഉള്ളിലേക്ക് പകരുവാൻ തുടങ്ങും. His life and nature falls inside of അവന്റെ you. ജീവനും അവന്റെ സ്വഭാവം നിന്റെ മേലേക്ക് ഒഴുകി ഇറങ്ങാൻ തുടങ്ങും. When the connection is there, ആ ബന്ധം അവിടെ നിൽക്കുമ്പോൾ the relationship becomes stronger and stronger. ആ ബന്ധം അത് ശക്തി പ്രാപിച്ചു വരും. The fellowship makes the relation stronger. ആ കൂട്ടായ്മ ആ ബന്ധത്തെ ശക്തമാക്കുന്നു. And the more you have relationship, കൂടുതൽ fellowship with കൂട്ടായ്മ God, വരുമ്പോൾ ദൈവവുമായിട്ട് ബന്ധം വരുമ്പോൾ peace that surpasses all understanding will guard your heart. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവ സമാധാനം നിന്റെ ഹൃദയത്തെ You കാക്കുമാറാകും. will not be led by emotions. പിന്നെ നമ്മുടെ വികാരങ്ങളല്ല നമ്മെ You will നയിക്കുന്നത്. not be led by circumstances. സാഹചര്യമല്ല നിന്നെ നയിക്കുന്നത്. You will not be led by what people say about you. മറ്റുള്ളവർ നിന്നെ കുറിച്ച് പറയുന്നത് കേട്ടല്ല നീ ജീവിക്കുന്നത്. You will just trust on Jesus. നീ യേശുവിൽ മാത്രം ആശ്രയിക്കും. His word, അവന്റെ വാക്ക്, His promise, അവന്റെ വാഗ്ദത്തം, His ways, അവന്റെ വഴികൾ, His ways, അവന്റെ വഴികൾ. the works He did. ഓ നിങ്ങൾ അത് കാണും. Hallelujah. ഹല്ലേലൂയ. That is why അതുകൊണ്ടത്രേ the word is saying വചനം പറയുന്നു that because the promise of rest is there, ആ സ്വസ്ഥതയുടെ വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ, if you don't have that rest, ആ സ്വസ്ഥത നിങ്ങൾക്കില്ല എങ്കിൽ be afraid. പേടിക്കണം. Why? Because you are lacking the fellowship that He is asking for. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവം നിന്നോട് ആവശ്യപ്പെടുന്ന കൂട്ടായ്മ നിന്നിൽ ഇല്ല എന്നത്രേ. Matthew 11:28, the Bible says, come learn from me. Come all those who are with heavy laden, come to me and I will give you rest. മത്തായി 11:27-28 വാക്യങ്ങൾ പറയുന്നു, Hallelujah. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അരികിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം. ഞാൻ നിങ്ങൾക്ക് വിശ്രമം. Hallelujah. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം. ആമേൻ. സ്വസ്ഥത തരാം. Hallelujah. ഹല്ലേലൂയ. The Bible says not about consolation as written in the Bible. വേദപുസ്തകം പറയുന്നത് ആശ്വാസം തരാം എന്നുള്ള അങ്ങനെയല്ല. Hallelujah.
it is total rest. അത് പൂർണ്ണമായ വിശ്രമം അല്ലെങ്കിൽ സ്വസ്ഥത. Come to me, എന്റെ അരികിൽ വരിക, I will give you rest. ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം. Come to me, എന്റെ അരികിൽ വരിക, I'm not going to console you. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുകയല്ല. Consolation and rest is two different things. ആശ്വാസവും വിശ്രമവും സ്വസ്ഥതയും രണ്ട് കാര്യങ്ങളാണ്. When someone is having a heavy burden, ഒരു വ്യക്തിക്ക് വലിയൊരു ഭാരമുണ്ടെങ്കിൽ consolation means ആ ഭാരം ചുമന്നുകൊണ്ട് ആ വ്യക്തി നിൽക്കുമ്പോൾ no problem, I am with you. ആശ്വാസം എന്ന് പറഞ്ഞാൽ തോളെ തട്ടി സാരയില്ല ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുന്നത്. That is consolation. അതാണ് ആശ്വാസം. Consoling somebody. ഒരാളെ But ആശ്വസിപ്പിക്കുക. Jesus did not promise consolation. എന്നാൽ യേശു ഒരു ആശ്വാസമല്ല നമുക്ക് He വാഗ്ദത്തം took the ചെയ്തത്. burden off you അവൻ ആ ഭാരത്തെ നമ്മുടെ ചുമലിൽ നിന്ന് മാറ്റിക്കളയും. and said, you go and rest. എന്നിട്ട് പറയും നീ പോയി വിശ്രമിക്കുക, സ്വസ്ഥതമായിരിക്കുക. Hallelujah. ഹല്ലേലൂയ. And that is what happened on the cross. അത് തന്നെയാ ക്രൂശിന്മേൽ When സംഭവിച്ചത്. Jesus said it is finished, യേശു പറഞ്ഞു സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ that meaning that you don't have to carry the cross anymore. അതിന്റെ അർത്ഥം ഇനിമേൽ നീ ആ കുരിശ് ചുമക്കേണ്ട No കാര്യമില്ല. more burden upon you. ഇനി നിന്റെ മേൽ ഭാരമില്ല. I'm not talking about the cross which Jesus said that anyone who wants to follow he should carry the cross. ഞാൻ പറയുന്നത് ഇതല്ല. യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം തന്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിപ്പിൻ എന്നൊരു വാക്യം പറയുന്നു. Some people think carrying the cross is carrying the burden. കുരിശ് ചുമക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ഭാരം, നിന്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ചുമക്കുക എന്നും ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. Crucifying the flesh. ആ ജഡത്തെ ക്രൂശിക്കുക എന്നതിന്റെ അർത്ഥം. Hallelujah. Hallelujah. Which means it is no longer I but Christ who lives inside of me. ജഡത്തെ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ I ജീവിക്കുന്നത്. will not reply to anybody. ഞാൻ ആർക്കും മറുപടി കൊടുക്കാനില്ല. I will not talk against anybody. ഞാൻ ആർക്കും എതിരെ സംസാരിപ്പാനില്ല. It is I am dead with Christ. ഞാൻ ക്രിസ്തുവിന്റെ കൂടെ മരിച്ചിരിക്കുന്നു. That is carrying the cross. അതാണ് ആ ക്രൂശ് And ചുമക്കുക that എന്ന് is പറയുന്നത്. suffering. അതാണ് കഷ്ടത. Hallelujah. Hallelujah. But Jesus once for all said it is finished, meaning no more burden inside of you. എന്നാൽ യേശു ഒരിക്കലായി എന്നേക്കുമായി പറഞ്ഞു സകലതും നിവൃത്തിയായി. അതിന്റെ അർത്ഥം ഇനിമേൽ നിന്റെ മേൽ ഭാരമില്ല എന്നത്രേ. Many people are still trying to please God in many ways. ഇപ്പോഴും അധികം ആൾക്കാർ ദൈവത്തെ പല വിധങ്ങളിൽ പല പ്രവൃത്തികളിലൂടെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. No, my dear friend, God is pleased with you not because of you, because of his son Jesus Christ. പ്രിയ സ്നേഹിത, ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുകയാ നിന്നെ വിചാരിച്ചല്ല, തന്റെ പുത്രനായ യേശുവിനെ വിചാരിച്ച്. Hallelujah. Hallelujah. That rest is not coming into our life because we don't trust him fully. സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി വരാത്തത് എന്താ കാരണം? നാം അവനിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നില്ല. When we have financial problem, നമുക്കൊരു സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ we don't wait for his solution. അവന്റെ ആ പ്രതിവിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നില്ല. We are starting to react. അവൻ പ്രവൃത്തി ആരംഭിച്ചു, We are reacting upon it. നമ്മളാ പലപ്പോഴും അതിനെതിരെ പ്രതികരിക്കുന്നത്. We are reacting about anything which comes in our life. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനോടും നമ്മൾ പ്രതികരിക്കും. Wait, my dear friend. പ്രിയ സ്നേഹിത, ഒരു നിമിഷം He who began it, അവൻ തുടങ്ങി വെച്ചതല്ലേ? when he saved you, അവനല്ലേ നിന്നെ രക്ഷിച്ചത്? when he healed you, അവൻ നിന്നെ സൗഖ്യമാക്കുകയും when he ചെയ്തില്ലേ? loved you, അവൻ നിന്നെ in സ്നേഹിക്കുന്നില്ലേ? all its fullness he is continuing with it. അവൻ നിന്റെ കൂടെ സകല സമ്പൂർണ്ണതയിലും നിന്റെ കൂടെ ഉണ്ടല്ലോ. Hallelujah. Hallelujah. There should be a peace, joy and rest which will be having lordship or your within you. സന്തോഷവും സമാധാനവും സ്വസ്ഥതയും അത് അവന്റെ കർത്തൃത്വം നിന്റെ മേൽ ഉള്ളപ്പോഴാണ് ഉണ്ടാകുന്നത്. That is why the Bible says അതുകൊണ്ട് അത്ര വേദപുസ്തകം പറയുന്നത് that the kingdom of God is not in eating and drinking, but it is righteousness, peace and joy in the Holy Spirit. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. We are now in the kingdom of God, ഇപ്പോൾ നാം ദൈവരാജ്യത്തിൽ അത്രേ ഉള്ളത്. and that is why അതുകൊണ്ടത്രേ Colossians 1:13 says 12 he has delivered us from the power of darkness and has conveyed us to the kingdom of the son of his love. കൊലോസ്യ ലേഖനം 1:12-13 പറയുക, അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ ക്രിസ്തുവിന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. That is a total solution. അതാണ് അതിന്റെ പൂർണ്ണമായ പ്രതിവിധി. There is no power on earth that can stop you now. നിന്നെ തടയുവാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. There is no power on earth that can stop you. ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും നിന്നെ തടയുവാൻ സാധ്യമല്ല. Because every power of darkness has already been broken
broken upon your life. കാരണം ഇരുട്ടിന്റെ സകല അധികാരങ്ങളും നിന്റെ ജീവിതത്തിന്റെ മേൽ നിന്ന് പൂർണ്ണമായി Now തകർക്കപ്പെട്ടിരിക്കുകയാണ്. you are in a kingdom ഇന്ന് നീ ഒരു രാജ്യത്തിലാണ്. because of his righteousness. അവന്റെ നീതി മുഖാന്തരം And peace and joy in the Holy Spirit is waiting for us. പരിശുദ്ധാത്മാവിലുള്ള സമാധാനവും സന്തോഷവും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. Hallelujah. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ കർത്താവ് നിങ്ങൾക്ക് ആ പൂർണ്ണ സ്വസ്ഥത തരുവാനിടയാകട്ടെ. ഇന്ന് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവ് നിശ്ചയമായിട്ടും അത്ഭുതം ചെയ്യുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എനിക്കും ആ സ്വസ്ഥത കർത്താവ് തരികയാണ്. നമുക്കൊരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാമെന്നാണല്ലോ അവിടുന്ന് പറഞ്ഞ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അരികിൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം. കർത്താവെ, ഇന്ന് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ അരികിൽ വരികയാണ്, ഒരു മനസ്സോടെ വരുന്നു. കർത്താവ് ഞങ്ങൾക്ക് സ്വസ്ഥത തരണം. ഞങ്ങളെ അലട്ടുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ഭാരങ്ങളുണ്ട്. ശാരീരികമായിട്ട് രോഗമുണ്ട്, വേദനകളുണ്ട്. മാരകമായ രോഗമെന്ന് ഡോക്ടർമാർ വിധി എഴുതി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആശങ്കകളുണ്ട്. കർത്താവെ, അതെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ തരികയാണ്. അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റാരും ആശ്രയിപ്പാനില്ല. എന്നാൽ യേശുവെ, അവിടുന്ന് ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾക്കിനി ഒരു ദോഷവും വരികയില്ല, ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. കർത്താവെ, അതുപോലെ തന്നെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർ ഇന്ന് അങ്ങേ കേൾക്കുന്നല്ലോ. കർത്താവെ, അവർക്കും അവിടുന്ന് വിടുതൽ നൽകണം. സാമ്പത്തികമായ സമൃദ്ധിയുടെ വാതിലുകൾ അവിടുന്ന് തുറക്കണമേ. ആ കടഭാരമെല്ലാം നീങ്ങിപ്പോകട്ടെ. ആ ജപ്തി നടപടികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ക്യാൻസലാകട്ടെ. കർത്താവെ, ആ വീട്ടിൽ നിന്ന് ഇനി ഇറങ്ങിപ്പോകണം എന്ന് ആരും ഞങ്ങളോട് പറയാനിടയാകരുത്. ആ വീട്ടിൽ ഞങ്ങൾ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആ ബിസിനസ്സിൻ്റെ മേൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. അതിൻ്റെ തകർച്ചകളെല്ലാം അവിടുന്ന് മാറ്റുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ആ ബിസിനസ്സിൽ വലിയ വർധനമുണ്ടാകട്ടെ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവർ ഒത്തിരി പേരെന്നെ കേൾക്കുന്നല്ലോ. കർത്താവെ, അവരുടെ ജീവിതങ്ങളിൽ അവിടുന്ന് ഇടപെടണം. കർത്താവെ, ആ ഹൃദയങ്ങളിൽ രൂപാന്തരം സംഭവിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ സ്നേഹം അത് മടങ്ങി വരട്ടെ. സ്നേഹിപ്പാനുള്ള തീരുമാനം അവർ എടുക്കട്ടെ. യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിത പങ്കാളിയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് വിശ്വസ്തയോടെ ജീവിപ്പാൻ അവിടുന്ന് അവരെ സഹായിക്കണം. എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, അവിടുന്ന് അത്ഭുത വിടുതൽ നൽകുന്നതിനായി നന്ദി, അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോ, നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലെല്ലാം അത്ഭുത വിടുതൽ കർത്താവ് തന്നു കഴിഞ്ഞു. നിങ്ങൾ ഈ സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങളെ വിളിച്ച് പറയണം കേട്ടോ. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവ് നിങ്ങളെല്ലാവരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. യേശുവിൽ ശാപവിമുക്തി തൃശ്ശൂരിൽ കാസനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സന്തോഷം തന്നു